മുംബൈയിൽ കനത്ത മഴ തുടരുകയാണ്. മിത്തി നദിയിലെ ജലനിരപ്പ് അപകട നിലയിലേക്ക് ഉയർന്നു. കുർല വെസ്റ്റ് ക്രാന്തി നഗറിലെ വീടുകളിൽ വെള്ളം കയറി. NDRF സ്ഥലത്തെത്തി. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരിക്കുകയാണ്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, നഗരം നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പലയിടത്തും വലിയ വെള്ളക്കെട്ട് എന്ന് വെച്ചാൽ ഒരു പുഴ നഗരത്തിലൂടെ ഒഴുകുന്നു എന്ന് തോന്നുന്ന തരത്തിൽ വലിയ വെള്ളക്കെട്ടാണ് പലയിടത്തും. കനത്ത മഴ തുടരും കുറച്ച് ദിവസങ്ങൾ കൂടി എന്നും മുന്നറിയിപ്പുമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരം? എങ്ങനെയാണ് ജനജീവിതം അവിടെ ബാധിക്കപ്പെട്ടിരിക്കുന്നത് മുംബൈയിൽ? വിജയകുമാർ, മുംബൈയിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ടാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വക്കോള ഫ്ലൈ ഓവറിന് സമീപമാണ്. ഇവിടെ നേരത്തെ നിരവധി വാഹനങ്ങളായിരുന്നു ഈ വെള്ളത്തിൽ പലയിടത്തും ഇങ്ങനെ തകരാറായി കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ പോലും ഇതുവഴി ഗതാഗതം അത് പൂർണ്ണ അർത്ഥത്തിൽ നടത്താൻ കഴിയുന്നില്ല. കാരണം ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങൾ അതിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. പിന്നീട് അത് തള്ളി നീക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ക്രെയിനുകളും മറ്റും എത്തിച്ച് വലിച്ച് നീക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മുംബൈയിൽ കഴിഞ്ഞ രാത്രി രൂക്ഷമായ മഴ, അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 24 മണിക്കൂറിലെ കണക്ക് രാവിലെ ഒരു തവണ വന്നപ്പോൾ ഏതാണ്ട് 250 മില്ലിമീറ്ററിലധികം മഴ പെയ്തു. 8 മണിക്കൂറിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 200 മില്ലിമീറ്ററിന് അടുത്ത് മഴ പെയ്തു. അതായത് അതിതീവ്ര മഴ മുംബൈയിൽ പെയ്യുന്നുണ്ട്. മിത്തി നദി മുംബൈയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ്. ആ നദിയിൽ ഇപ്പോൾ വെള്ളം അതിൻ്റെ അപകടാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കുർല വെസ്റ്റിലെ ക്രാന്തി നഗറിൽ വീടുകളിലേക്ക്, അതായത് ചേരി പ്രദേശങ്ങളും ഒക്കെയുള്ള മേഖലയാണ്. അവിടേക്ക് അപ്പോൾ ആ മേഖലയിലേക്ക് NDRFനെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ചേരി പ്രദേശങ്ങളും മറ്റും വീടുകളിലേക്ക് വെള്ളം എത്തിയതോടെ ഇപ്പോൾ കോർപ്പറേഷൻ അവിടേക്ക് ആളുകളെയൊക്കെ തന്നെ അവിടുന്ന് ഒഴിപ്പിക്കുകയാണ്. മാത്രമല്ല, മുംബൈയിലെ കാഴ്ച മാത്രമല്ല ഇത്, സംസ്ഥാനത്തെ ഏതാണ്ട് 16 ജില്ലകളിലെ അവസ്ഥ ഇത് തന്നെയാണ്. അതിൽ നാന്ദേഡ് എടുത്തു പറയേണ്ടതുണ്ട്. അവിടെ ഇപ്പോൾ സൈന്യം കൂടി രക്ഷാദൗത്യത്തിന് എത്തിയതാണ്. അവിടെ മേഘവിസ്ഫോടനം ഉണ്ടാവുകയും 5 പേർ അവിടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് സൈന്യത്തെ കൂടി രക്ഷാദൗത്യത്തിന് പ്രത്യേകമായി അവിടെ എത്തിക്കുകയും അവർ അവിടെ രക്ഷാദൗത്യം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മുംബൈയിലെ രാവിലെ മുതലുള്ള കാഴ്ചകൾ ഇതാണ്. ഓട്ടോകളും മറ്റുമാണ് ഇത് കണ്ടില്ലേ, ഇതുപോലെ വെള്ളത്തിലെത്തി കുടുങ്ങിപ്പോവുകയാണ്. അവർക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്രയും ആഴം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇതുപോലെ വാഹനങ്ങൾ തകരാറിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കുറേ മണിക്കൂറുകളായി ഈ മേഖലയിൽ നിന്ന് കാണുന്നത്. ഇത് ഏതെങ്കിലും ഒരിടത്തെ കാഴ്ചയല്ല, കാരണം പലയിടത്തും ഇതേ കാഴ്ച തന്നെ നമുക്ക് മുംബൈയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം സമാനമായ സാഹചര്യം ഉണ്ടാകും. നാളെ കൂടി മുംബൈയിൽ റെഡ് അലേർട്ട് ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ മുംബൈ നഗരത്തിൽ ഓഫീസുകളും മറ്റുമൊക്കെ അടഞ്ഞു കിടക്കുന്നു. കാരണം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾ വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓഫീസുകളും മറ്റും ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. വിജയകുമാർ, യെസ്, മുംബൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. അവിടെ ജനജീവിതം എത്രത്തോളം ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. നഗരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. വെച്ചാൽ വാഹനങ്ങളൊന്നും ഓടിക്കാൻ കഴിയാത്ത തരത്തിൽ റോഡ് ഒരു പുഴ പോലെ നിറഞ്ഞൊഴുകുകയാണ്.